ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ്. വ്യോമഗതാഗതത്തെയും മഴ ബാധിച്ചു. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, തലസ്ഥാന നഗരി വെള്ളക്കെട്ടിൽ അപ്പാടെ മുങ്ങിയിരിക്കുകയാണ്. ഉത്തരേന്ത്യ ആകെ നോക്കിയാലും ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മഴക്കെടുതിയും അതിരൂക്ഷമായി ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് തുടരുകയാണ്. ആര്യ, തീർച്ചയായും. പക്ഷേ ഇന്ന് ഇപ്പോൾ ഡൽഹിയിൽ മഴ കുറവുണ്ട്, വെള്ളക്കെട്ടുകളൊക്കെ കുറഞ്ഞു തുടങ്ങുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇന്നലെ റെക്കോർഡ് മഴയായിരുന്നു ഡൽഹിയിൽ പെയ്തത്. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് 60 mm മഴ ലഭിച്ചു എന്നതാണ് കണക്ക്. അതായത് ഡൽഹിയെ സംബന്ധിച്ച് റെക്കോർഡ് മഴയാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ പല മേഖലകളിലും ഡൽഹിയുടെ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് അതിശക്തമായിരുന്നു. മെട്രോ ഗതാഗതം വരെ തടസ്സപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. മഴ ഇന്നലെ ഒന്നും ഡൽഹിയിൽ റെഡ് അലേർട്ടുകളോ മറ്റു മുന്നറിയിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഉച്ചയോട് കൂടിയാണ് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടാകുന്നതും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നതും. അതിനുശേഷം വൈകിട്ടോടുകൂടി അതിതീവ്ര മഴ ഉണ്ടായി. അതേ തുടർന്ന് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് വൈകിട്ട് 5:30 ഏകദേശം 8:30 വരെ അതിശക്തമായ മഴ തന്നെയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നൊക്കെ റെഡ് അലേർട്ടാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നൊക്കെ അതിശക്തമായ മഴ തുടരും എന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് മഴ കുറവുണ്ട്. ഒപ്പം തന്നെ വെള്ളക്കെട്ട് പല മേഖലകളിലും വെള്ളക്കെട്ട് താഴ്ന്നു തുടങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഇന്നലെയുള്ള ഒരു സാഹചര്യം, ഇന്ന് പുലർച്ചെയൊക്കെയുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഇന്നലെ 6 വിമാനങ്ങൾ റദ്ദാക്കി വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെട്രോ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി. വാഹനങ്ങൾക്ക് മുകളിൽ വരെ വെള്ളമെത്തി നിൽക്കുന്ന അത്രയും ഉയരത്തിൽ വരെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീടുകളിലടക്കം വെള്ളം കയറി. ഇങ്ങനെയൊക്കെയായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഹരിയാനയിലടക്കം ഈ വെള്ളക്കെട്ടും ശക്തമായ മഴയും തുടർന്നു. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പോൾ മഴ കുറവുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ മഴ മുന്നറിയിപ്പുകളുണ്ട്. ഒപ്പം തന്നെ ജാഗ്രതാ അലേർട്ടുകളുണ്ട്. ഈ എല്ലാ മേഖലകളിലും നിലവിലുള്ള വെള്ളക്കെട്ട് താഴ്ന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ അതേസമയം നഗരത്തിന്റെ പ്രധാന മേഖലകൾ, നാഷണൽ ഹൈവേ 8 അടക്കമുള്ള മേഖലകളിലൊക്കെ ഇന്നലെ അതിശക്തമായ കനത്ത വെള്ളക്കെട്ട് തന്നെയായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.